Hello my dear friends, welcome to GK World PSC YouTube channel. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ഫേസ് 10th പ്രിലിംസ് എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ഫാക്ട്സുമാണ് നോക്കിയത്. അപ്പോൾ ഈ ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നോക്കാം നമുക്ക് അടുത്ത ചോദ്യം. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര്? 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ കസ്തൂരി രംഗൻ, കെ കസ്തൂരി രംഗൻ. അപ്പോൾ 2020 പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെയർമാൻ ആരാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം കെ കസ്തൂരി രംഗനാണ്. ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് 2020 ഈ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ആ വർഷങ്ങൾ എങ്ങനെയാണ്, അതിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 10+2 എന്ന പാറ്റേൺ ചേഞ്ച് ചെയ്തു. 10+2 എന്ന പാറ്റേൺ ചേഞ്ച് ചെയ്തിട്ട് പുതിയ പാറ്റേൺ എങ്ങനെയാണ്? 5+3+3+4 5+3+3+4 എന്നതാണ് പുതിയ പാറ്റേൺ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. പുതിയ പാറ്റേൺ എങ്ങനെയാണ്? 5+3+3+4 എന്നാണ്. അതുപോലെ തന്നെ മറ്റ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നിരിക്കുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിക്കും കോളേജ് വിദ്യാഭ്യാസത്തിനുമൊക്കെ ആയിട്ട് ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രൂപീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന എൻട്രൻസ് എക്സാം വഴിയായിരിക്കും യൂണിവേഴ്സിറ്റി കോളേജ് വിദ്യാഭ്യാസങ്ങളിലേക്കുള്ള പ്രവേശനം നടത്തുന്നത്. അതുപോലെ തന്നെ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് പരാഗ് എന്ന പേരിലുള്ള മൂല്യനിർണ്ണയ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. പരാഗ് എന്ന പേരിലുള്ള മൂല്യനിർണ്ണയ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നു. മറ്റൊരു പോയിൻ്റാണ് UGCക്ക് പകരം, ഇപ്പോൾ നമുക്കറിയാം യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ എന്ന പേരിലുള്ള UGC ആണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉന്നത തല വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഏറ്റവും ഹയർ ആയിട്ടുള്ളൊരു അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് അതിനും മുകളിൽ ഒരു ഹയർ കമ്മീഷൻ വരുന്നു എന്നുള്ളതാണ് അടുത്ത ഒരു പോയിന്റ്. അതായത് UGCക്ക് പകരമായിട്ട് UGCക്ക് മുകളിൽ ഒരു ഹയർ കമ്മീഷൻ കൂടെ രൂപം കൊള്ളുന്നു. അപ്പോൾ ഇത്രയും പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തിനെ സംബന്ധിച്ച്? 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ച്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? അപ്പോൾ ശരിക്കും ഇതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ആരോഗ്യ കിരണമാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി എന്ന് പറഞ്ഞാൽ ഏതാണത്? അത് ആരോഗ്യ കിരണമാണ്. പക്ഷേ ഓപ്ഷനിൽ ആരോഗ്യ കിരണമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഉത്തരം കൊടുക്കാൻ ഒരു ചാൻസ് ഉള്ളത് താലോലം എന്ന ഓപ്ഷനാണ്. താലോലം. അപ്പോൾ താലോലം എന്ന് പറയുന്നത് ശരിക്കും ധനസഹായ പദ്ധതിയാണ്. താലോലം എന്ന് പറയുന്നത് ധനസഹായ പദ്ധതിയാണ്. സൗജന്യ ചികിത്സയല്ല, ആക്ച്വലി ധനസഹായ പദ്ധതിയാണ് താലോലം. സൗജന്യ ചികിത്സ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? ആരോഗ്യ കിരണം തന്നെയാണ്. പക്ഷേ മറ്റ് ഓപ്ഷൻസ് ഒന്നും ഇതുമായി ബന്ധപ്പെട്ട് വരാത്തതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള ധനസഹായ പദ്ധതിയായ താലോലം തന്നെ നമുക്കിതിൻ്റെ ആൻസറായിട്ട് എടുക്കാം. അതുപോലെ മറ്റ് ഓപ്ഷൻസ് ഒന്ന് നോക്കുക. ആശ്വാസകിരണം അതൊരു സൗജന്യ ചികിത്സാ പദ്ധതിയാണ്. കിടപ്പ് രോഗികൾക്കുള്ള പെൻഷൻ പദ്ധതിയാണ് ആശ്വാസകിരണം. കിടപ്പ് രോഗികൾക്കായിട്ടുള്ള അവരെ പരിചരിക്കുന്നവർക്ക്, കിടപ്പ് രോഗികളുടെ കൂടെ നിന്ന് അവരെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പെൻഷൻ പദ്ധതിയാണ് ആശ്വാസകിരണം. അതുപോലെ സമാശ്വാസം എന്ന് പറയുന്നത് ഡയാലിസിസ് പോലുള്ള ചികിത്സകൾക്ക് വിധേയരാകേണ്ടി വരുന്ന അംഗങ്ങളുള്ള BPL കുടുംബങ്ങൾക്കുള്ള ധനസഹായ പദ്ധതിയാണ് സമാശ്വാസം. ഡയാലിസിസ് പോലെയുള്ള ചികിത്സകൾക്ക് വിധേയരാകേണ്ടി വരുന്ന അംഗങ്ങളുള്ള BPL കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ധനസഹായ പദ്ധതിയാണ് സമാശ്വാസം. അതുപോലെ സ്നേഹസാന്ത്വനം എന്ന് പറഞ്ഞാൽ എൻഡോസൾഫാൻ മൂലം ദുരിതം അനുഭവിക്കുന്ന പ്രത്യേകിച്ച് കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് ഉള്ള ഒരു സഹായ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. അപ്പോൾ എന്തൊക്കെയാണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കുള്ള സൗജന്യ ചികിത്സ, ആരോഗ്യ കിരണം, അതുപോലെ തന്നെ
ധനസഹായ പദ്ധതിയാണെങ്കിൽ അത് താലോലം. പിന്നെ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയുള്ള പെൻഷൻ പദ്ധതി ആശ്വാസ കിരണം. അതുപോലെ ഡയാലിസിസ് പോലുള്ള ചികിത്സകൾക്ക് വിധേയമാകുന്ന അംഗങ്ങളുള്ള BPL കുടുംബത്തിന് വേണ്ടിയുള്ള ധനസഹായമാണ് സമാശ്വാസം. പിന്നെ എൻഡോസൾഫാൻ എന്നോർത്തു കഴിഞ്ഞാൽ സ്നേഹസാന്ത്വനം എന്നുകൂടി ഓർത്തു വയ്ക്കാം. അടുത്ത ചോദ്യം, 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയത് ആര്? 2021 JC ഡാനിയൽ പുരസ്കാരം P ജയചന്ദ്രൻ. 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയത് P ജയചന്ദ്രൻ. 2021 ഹരിവരാസനം പുരസ്കാരം 2021 ഹരിവരാസനം പുരസ്കാരം നേടിയത് വീരമണി രാജു. 2021 ഹരിവരാസനം 2021 JC ഡാനിയൽ P ജയചന്ദ്രൻ. 2021 ഹരിവരാസനം പുരസ്കാരം നേടിയത് വീരമണി രാജ. 2021 ജ്ഞാനപീഠ പുരസ്കാരം 2021 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ദാമോദർ. കൊങ്കണി ഭാഷയിലെ റൈറ്ററാണ് ദാമോദർ. കൊങ്കണി ഭാഷയിലെ റൈറ്ററാണ് ദാമോദർ. 2021 തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് അരുന്ധതി സുബ്രഹ്മണ്യം. വെൻ ഗോഡ് ഈസ് എ ട്രാവലർ, അതാണ് അവരുടെ കൃതിയുടെ പേര്, വെൻ ഗോഡ് ഈസ് എ ട്രാവലർ. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വ്യക്തിയാണ് അരുന്ധതി സുബ്രഹ്മണ്യം. അവരുടെ കൃതിയുടെ പേരാണ് വെൻ ഗോഡ് ഈസ് എ ട്രാവലർ. അപ്പോൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് ഇവിടെ നമ്മൾ പഠിച്ചത്? 2021 JC ഡാനിയൽ പുരസ്കാരം P ജയചന്ദ്രൻ. 2021 ഹരിവരാസനം പുരസ്കാരം വീരമണി രാജ. 2021 ജ്ഞാനപീഠ പുരസ്കാരം ദാമോദർ. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അരുന്ധതി സുബ്രഹ്മണ്യം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിലെ നമ്പർ 1 ലേണിംഗ് പ്ലാറ്റ്ഫോമായ നമ്പർ 1 ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അക്കാദമിയിൽ PSC പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഏറ്റവും പുതിയ ബാച്ച് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന വിവിധ ബാച്ച് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ അറിവ് എന്ന പേരിലുള്ള 90 ദിവസത്തെ ഒരു കംപ്ലീറ്റ് PSC ബാച്ച് കോഴ്സ്, അതുപോലെ തന്നെ 150 ദിവസത്തെ ഒരു 10th ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയുള്ള ബാച്ച് കോഴ്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഷാഫി സാറിൻ്റെ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ടും, അതുകൂടാതെ നിങ്ങളുടെ ക്രെഡിറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മറ്റൊരു 10% കൂടെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് മൊത്തത്തിൽ 20% വരെ ഡിസ്കൗണ്ടോടുകൂടി ഇപ്പോൾ അഡ്മിഷൻ എടുക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സുകളുടെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായിട്ട് ഷെഫ് സാറിൻ്റെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ ഇത് വളരെ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കേട്ടോ. അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണത്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് തോന്നയ്ക്കലാണ്. അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവനന്തപുരത്ത് തോന്നയ്ക്കലാണ്. നേരെ മറിച്ച് നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു ചോദ്യം സംസ്ഥാന റീജിയണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ആലപ്പുഴയിലാണ്. സംസ്ഥാന റീജിയണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയിലാണ്. അതുപോലെ തന്നെ വേറെ കുറച്ച് ചോദ്യങ്ങൾ കൂടി ഇത്തരത്തിൽ ഉള്ള പുതിയ പുതിയ സ്ഥാപനങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ നോക്കാം. കേരള മെഡിക്കൽ ഡിവൈസ് പാർക്ക് കൂടെ എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും കേരള മെഡിക്കൽ ഡിവൈസ് പാർക്കും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തോന്നയ്ക്കലാണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലിലാണ് കേരള മെഡിക്കൽ ഡിവൈസ് പാർക്കും അതുപോലെ തന്നെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥിതി ചെയ്യുന്നത്. പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ മറ്റൊരു കാര്യമാണ് കേരളത്തിലെ ആദ്യ ഷൂട്ടിംഗ് അക്കാദമി എവിടെയാണ്? അത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ്. കേരളത്തിലെ ആദ്യ ഷൂട്ടിംഗ് അക്കാദമി തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ്. അതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ
തന്നെയാണ് ആദ്യ കണ്ടൽ പച്ചത്തുരുത്ത്. തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് ഏത്? ആദ്യ കണ്ടൽ പച്ചത്തുരുത്ത്. അത് തോട്ടുകല്ലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യ കണ്ടൽ പച്ചത്തുരുത്ത്. എവിടെയാണത്? അത് തോട്ടുകൽ. അപ്പോൾ തോന്നയ്ക്കലിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ ഡിവൈസ് പാർക്കും ഉണ്ട് തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലിൽ. തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലെ ആദ്യ ഷൂട്ടിംഗ് അക്കാഡമി നിലവിൽ വരികയാണ്. അതുപോലെ തന്നെ തോട്ടുകൽ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യ കണ്ടൽ പച്ചത്തുരുത്തും നിലവിൽ വരികയാണ്. പിന്നെന്താണ്? കേരളത്തിലെ ഡിജിറ്റൽ സർവകലാശാല, കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ആദ്യ ഡിജിറ്റൽ സർവകലാശാല, അതും എവിടെ തന്നെയാണ്? അതും തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യ ഡിജിറ്റൽ സർവകലാശാല എവിടെ തന്നെയാണ്? തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. അപ്പോൾ അവിടെ VC വൈസ് ചാൻസലർ ആരാണ്? ഡോക്ടർ സജി ഗോപിനാഥ് ആണ് കേട്ടോ. ഡോക്ടർ സജി ഗോപിനാഥ് ആണ് ഡിജിറ്റൽ സർവകലാശാലയുടെ വൈസ് ചാൻസലർ. ഇതുപോലെ തന്നെ നമ്മൾ കൊല്ലം ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്. അത് ഓൾറെഡി പരീക്ഷകൾക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതെല്ലാം ഡിജിറ്റൽ സർവകലാശാലയും കൊല്ലം ജില്ലയിലെ കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെന്നറിയാം. ഡോക്ടർ മുബാറക് പാഷയാണ് ഇതിൻ്റെ വൈസ് ചാൻസലർ. കൊല്ലം ജില്ലയിലാണ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നോക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക, പഠിക്കുക. ഒരുപാട് റിപ്പീറ്റേഷൻ വന്നു കഴിഞ്ഞാൽ വീഡിയോ ലെങ്തി ആവുന്നതുകൊണ്ട് ഒരുപാട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പറഞ്ഞ കാര്യങ്ങൾ കേരള മെഡിക്കൽ ഡിവൈസ് പാർക്ക്, അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, റീജിയണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ കണ്ടൽ പച്ചത്തുരുത്ത് തോട്ടുകല്ല്, വട്ടിയൂർക്കാവിലുള്ളത് ഷൂട്ടിംഗ് അക്കാഡമി, പിന്നെ ഡിജിറ്റൽ സർവകലാശാല ഡോക്ടർ സജി ഗോപിനാഥാണ് VC ട്രിവാൻഡ്രത്താണ്. അതുപോലെ കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, അത് കൊല്ലം ജില്ലയിലാണ്. ഡോക്ടർ മുബാറക് പാഷയാണ് VC. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ചുരുക്കി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏത്? ഉത്തരം നൂൽപ്പുഴയാണ്. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? നൂൽപ്പുഴ. ഇനി മറ്റ് ചില കാര്യങ്ങൾ ഇതുപോലെ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാം. 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയത് നൂൽപ്പുഴ എന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത്, ആദ്യ പ്രതിരോധ വാക്സിൻ നിർമ്മാണ കേന്ദ്രം, കേരളത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ നിർമ്മാണ കേന്ദ്രം. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ പഠിച്ച ഒരു പോയിന്റുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. കാരണം ഈ ആദ്യ പ്രതിരോധ വാക്സിൻ നിർമ്മാണ കേന്ദ്രം എന്ന് പറയുന്നത് തോന്നയ്ക്കലാണ്. തോന്നയ്ക്കൽ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ പഠിച്ച മറ്റ് പോയിന്റ്സ് ആണ് അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും കേരള മെഡിക്കൽ ഡിവൈസ് പാർക്കും. അപ്പോൾ അതുമായി തന്നെ മെഡിക്കൽ ഫീൽഡിൽ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആദ്യ പ്രതിരോധ വാക്സിൻ നിർമ്മാണ കേന്ദ്രം. കേരളത്തിലെ ആദ്യ പ്രതിരോധ വാക്സിൻ നിർമ്മാണ കേന്ദ്രവും എവിടെ തന്നെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കലിൽ തന്നെയാണ് ആദ്യ പ്രതിരോധ വാക്സിൻ നിർമ്മാണ കേന്ദ്രം. പിന്നെ നോക്കുക, ശർക്കര മ്യൂസിയം ശർക്കര മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? മറയൂരാണ്. മറയൂർ ശർക്കര വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ശർക്കര മ്യൂസിയം വരുന്നത് മറയൂരാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഓർത്തിരിക്കാനുള്ള കുറച്ച് പോയിന്റ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്, കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വരുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ. അതുപോലെ ഓങ്കോളജി നമുക്കറിയാം ക്യാൻസറിനെ കുറിച്ചുള്ള പഠനമാണ്. ഓങ്കോളജി പാർക്ക് വരുന്നത് ആലപ്പുഴയിലുമാണ്. കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം ജില്ലയിലും ഓങ്കോളജി പാർക്ക് ആലപ്പുഴയിലും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? ആദ്യമായിട്ട് 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് നൂൽപ്പുഴ. ആദ്യ പ്രതിരോധ വാക്സിൻ നിർമ്മാണ കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ. പിന്നെ പഠിച്ചത് കബഡി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം ജില്ലയിൽ, ഓങ്കോളജി പാർക്ക് ആലപ്പുഴ ജില്ലയിൽ. അപ്പോൾ ഇത്രയും പോയിന്റ്സാണ് നമുക്കിവിടെ കണക്ട് ചെയ്ത് പറയാനുള്ളത്. ഈ ക്ലാസ്സുകൾ ഇവിടെ ഒരിക്കലും തീരുന്നില്ല. ഇതുപോലുള്ള ക്ലാസ്സുകൾ, അതായത് ഇതിന് ശേഷമുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങളും വിശദീകരണങ്ങളും ഏറ്റവും തരാൻ കഴിയുന്നിടത്തോളം ഏറ്റവും കൂടുതൽ ചോദ്യ സാധ്യതയുള്ള അനുബന്ധ വിവരങ്ങളും ഉൾപ്പെടുത്തിയുള്ള ക്ലാസ് പരീക്ഷ കഴിയുന്നതുവരെ തുടരുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത ക്ലാസ്സിൽ ഉടനെ കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്